ദേശീയപാത 544-ൽ പാലിയേക്കര ടോൾ പ്ലാസയിലായിരുന്നു എൻ.ടി.സിയുടെ എം.ഡി വർഗീസിന്റെ ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധം നടന്നത്. ആ പ്രതിഷേധത്തിന് പ്രധാനപ്പെട്ട കാരണം 2.5 മണിക്കൂറോളം സമയം അദ്ദേഹത്തിന് ഈ ഗതാഗതക്കുരുക്കിൽ കിടക്കേണ്ടി വന്നു. ദേശീയപാത 544-ൽ തൃശൂർ മുതലുള്ള യാത്രയിൽ അദ്ദേഹത്തിന് ഈ ഗതാഗതക്കുരുക്കിൽ 2.5 മണിക്കൂർ സമയം കിടക്കേണ്ടി വന്നു. അദ്ദേഹം യാത്ര ചെയ്തത് അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയാണ്. ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് ഈ ഗതാഗതക്കുരുക്ക് മൂലം കഴിഞ്ഞില്ല. ആ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട അദ്ദേഹം ഗതാഗതക്കുരുക്കിൽ പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പാലിയേക്കര ടോൾ പ്ലാസയിൽ അദ്ദേഹത്തിന്റെ വാഹനം നിർത്തിയിട്ട് പ്രതിഷേധിച്ചത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഈ ടോൾ നൽകാതെ വാഹനം നിർത്തിയിട്ടതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഷേധം നടന്നത്. തന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ കേസ് കോടതി നാളെ പരിഗണിക്കുമല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന് ഇന്നുണ്ടായ പ്രശ്നത്തിന് പരിഹാരം എങ്ങനെ എന്നുള്ള ചോദ്യമാണ് ഈ ടോൾ പ്ലാസയിലെ അധികൃതരോട് ചോദിക്കുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധം നടന്നത്. എന്തായാലും ദേശീയപാത 544-ലെ ഗതാഗതക്കുരുക്ക് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറം വരെയാണ് നമ്മൾ അല്പസമയം മുൻപ് റിപ്പോർട്ട് ചെയ്ത ആ ഗതാഗതക്കുരുക്ക്. 6-7 കിലോമീറ്ററുകളോളം നീളത്തിലുള്ള വലിയ ഗതാഗതക്കുരുക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെയും സ്ഥിതി ഇതുതന്നെയായിരുന്നു. എല്ലാ ദിവസവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള സ്ഥിതി ദേശീയപാത 544-ൽ ഇതുതന്നെയാണ്. അത്തരത്തിലൊരു ഗതാഗതക്കുരുക്കിൽ പെട്ടുകൊണ്ടാണ് 2.5 മണിക്കൂർ ഗതാഗതക്കുരുക്കിൽ പെട്ടുകിടന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. അതാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും.